ഗംഗമായി ഇനി ഒരു കത്തിക്കുത്തും കൊലപാതകവും കൂടെ നടന്നു കിട്ടിയാൽ ഊച്ചാളിക്കുറുപ്പ് കലക്കും. അടി ചെയ്യും ഉപകാരം അണ്ണൻ തമ്പിയും ചെയ്യൂല എന്നൊരു ചൊല്ലുണ്ട്. പോലീസുകാർ ഇടി കൊണ്ടിട്ടെങ്കിലും അവനൊന്ന് മര്യാദക്കാരനായാ മതിയായിരുന്നു ഭഗവാൻ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവൻ എവിടെ നിർത്തിയ കുഴപ്പമുണ്ടാക്കും. അച്ഛനത് ഇങ്ങോട്ട് പറ. ദേ നിൽക്കുന്നു റെക്കമെൻഡ് ചെയ്ത ആള്. എങ്ങനെയെങ്കിലും നന്നായി പോട്ടെ എന്ന് വെച്ച് പറഞ്ഞതാ. അല്ല, നിനക്ക് ആ സുഗതനോട് പറഞ്ഞ കേസൊന്ന് ഒതുക്കി തീർത്തൂടെ? അളിയനും വലിയ സ്നേഹമായതുകൊണ്ട് പറഞ്ഞ ഉടനെ കേൾക്കും. ഞാൻ സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും എന്നോട് കാണിച്ചില്ല. പിന്നെ അതയാള് ദേഷ്യം തീർത്ത് തന്നെയാ. ആണെങ്കിൽ കണക്കായി പോയി. വെല്ലേട്ടന്റെ കയ്യിലിരിപ്പേ ഇത്തിരി നന്നാവണം. ചേച്ചി മതി മതി. എന്താ ഇവിടെ ഒരു ഉന്നതതല സമ്മേളനം? എല്ലാ പാർട്ടികളും എത്തിയോ? എടാ സുഗത, നീ അവനെ പോലീസുകാരെ കൊണ്ട് തല്ലിച്ചോ? അങ്ങനെ വേണ്ടി വന്നില്ല. കുറുപ്പ് സാർ പോലീസുകാരെ ഒന്നടങ്കം തെറി വിളിച്ചു. അവര് കയറി ഒന്ന് മേഞ്ഞു. അതിനിടെ കൂടെ ഞങ്ങൾ തമ്മിലുള്ള കണക്കും തീർത്തോന്ന് എനിക്കൊരു സംശയം. എടാ ദ്രോഹി, അവൻ ഒന്നുമില്ലെങ്കിൽ നിന്റെ അളിയനില്ല. അത് ഈ മുരിക്കും പറ്റില്ല തിണ്ണേല്. കേസ് ഇവിടെ നിൽക്കുന്ന ലക്ഷണമില്ല. കൊലപാതക ശ്രമമാണ്. ആ എഞ്ചിനീയറെ വിളിച്ചു വരുത്തി വാടക കൊണ്ടേ കൊണ്ട് കൊല്ലിക്കാൻ ശ്രമിച്ചതിന് നിന്റെ പേരിലുണ്ട് കേസ്. ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ ഞാൻ വിടാം. പക്ഷെ മിനിമം 6 വർഷം അവൻ അകത്ത് കിടക്കും. അത് കണ്ടിട്ട് വേണം എനിക്കിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ. സുഗത, വീട്ടിലെ വൈരാഗ്യം പുറത്ത് കാണിക്കരുത്. അത് പറഞ്ഞു തീർക്കാവുന്നതല്ലേ ഉള്ളൂ. സത്യവിരുദ്ധമായി ഞാൻ ഒന്നും ഇതുവരെ ചെയ്ത് ശീലിച്ചിട്ടില്ല അമ്മവ. താൻ ആരാ? ഹരിചന്ദ്രൻ അല്ല, ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപടർ. താൻ വലിയ വർത്തമാനൊന്നും പറയണ്ട. ഈ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് ഞങ്ങൾ തീർത്തോളാം. വിദേശ ശക്തി ഇടപെടേണ്ട കാര്യമില്ല. എടി രേണു, നീ എന്ത് പൂരം കാണാനാ നിൽക്കുന്നത്? മനുഷ്യന്റെ വിശക്തി വല്ല നക്കാൻ വളമ്പി എടി. അളിയന്റെ ചോട്ടോടി പോടാ. ഞാനൊന്നുകൂടെ പറഞ്ഞു നോക്കാം. അളിയ അളിയ എടേ കുറച്ച് വെള്ളം തിളപ്പിക്കേ. കൈക്കൊക്കെ വല്ലാത്ത കഴപ്പം ചൂട് പിടിക്കണം. ഈ കൈ കൊണ്ടുവന്നോ ഒത്തിരി പണിഞ്ഞതാ. എന്താ സംഗതി വെറുതെ വഷളാക്കരുത്. ഒന്നുമില്ലേലും നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ? ആ വിചാരം എല്ലാവർക്കും ഉണ്ടാവണം. മറ്റൊന്നും വേണ്ട, ജാമ്യം. കൊലപാതകത്തിന് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ച മാരകായുധം കണ്ടെടുക്കാതെ ജാമ്യം കിട്ടില്ല. അങ്ങനെ ഒന്നുമില്ലല്ലോ. തെളിവ് ഞങ്ങൾ ഉണ്ടാക്കുവളിയാ. നീ പോ. ഉപദ്രവിക്കരുത്. ഒന്നിങ്ങി വന്നേ, ഇനി വന്നേ. അത് അളിയനും എന്നുള്ളത് നമുക്ക് വിടാം. മറ്റൊന്നും വിചാരിക്കരുത്. അളിയന് പണത്തിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. സംഗതി എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കണം. ഇപ്പൊ എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. 10-600 രൂപ കാണും. അതും നിനക്ക് ഡൗട്ടാ? 600 രൂപ നാണമില്ലല്ലോടാ നിനക്ക്? നാണവും മാനവും ഒക്കെ വിറ്റതിന്റെ ബാക്കിയാ. എനിക്ക് നിന്റെ ഈ നക്കാപ്പിച്ചൊന്നും വേണ്ട. ഇങ്ങനെ വല്ലതും ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ വീടിന്റെ ഈ ഭാവം എഴുതി തരാൻ പറ. അളിയ, അത് ആശയ്ക്കുള്ളതല്ലേ? വീണ്ടും നീ പഴയ പല്ലവി എന്നെ കൊണ്ട് പാടിക്കണ്ട. ഞാൻ പറയാനുള്ള പറഞ്ഞു സൗകര്യം ഉണ്ടേ ചെയ്. ഇല്ലേ അകത്ത് കിടക്കട്ടെ. വെള്ളം തിളച്ചോടി. അച്ഛൻ എന്നെ വിളിച്ചോ? ഞാൻ അവളോട് പറഞ്ഞു. എന്നോട് വന്ന് കരഞ്ഞിട്ടിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ? ചേച്ചി ലോക്കപ്പിൽ കിടക്കുന്നത് എന്റെ കൂടെ ചേട്ടനല്ലേ? ഞാൻ പ്രേമനെ വിട്ടിട്ടുണ്ട്. ജാമ്യത്തിൽ ഇറക്കാനുള്ള എന്തെങ്കിലും വഴി അവൻ കാണും. രണ്ടു ദിവസത്തിനകം അവരാശയെ കാണാൻ വരും. പെണ്ണിന്റെ മൂത്ത ചേട്ടൻ ലാക്കപ്പിൽ കിടക്കുന്നു എന്നറിഞ്ഞാൽ എന്റെ മക്കൾ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ കരുതിയില്ല. അച്ഛാ, അതിനിപ്പോ ഒന്നും ആയില്ലല്ലോ. ആശയുടെ കാര്യം എനിക്ക് വിട്ടേക്കൂ. മുതലാളി, ദേ പ്രേമം വന്നു. ഞാനിപ്പോ വരാം. എന്തായി? മൂസക്കുട്ടി ആ ജെസ്സിയോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങേര് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ചെന്ന് കാണണം. മുതലാളി വന്നാട്ടെ. പറ്റില്ല ഇപ്പൊ തന്നെ നമുക്ക് ജാമ്യം എടുക്കാം. ചേച്ചി, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഇന്നലെ ചേച്ചിയുടെ ബർത്ത്ഡേ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഞാൻ ഓർത്തു വെച്ചിരുന്നു. നീ ഓർത്തു, പക്ഷെ ഓർക്കേണ്ടവർ ഓർത്തില്ലല്ലോ. സാർ, എസ് ഐ സാർ.
ഞാൻ കുറച്ചു നേരം എവിടെയാണ്? സാറ് സിഗരറ്റ് ചുണ്ടത്ത് വെച്ച് തീപ്പെട്ടിക്ക് വേണ്ടി തപ്പിയപ്പോ ഉറങ്ങിപ്പോയി. ഞാൻ ഇനിയും കുടിക്കും. പക്ഷേ താനൊരു കമ്പനി തരുന്നില്ലല്ലോ. അയ്യോ, സാറിന്റെ കൂടെ ഒക്കെ ഇരുന്ന് ഞാൻ പിന്നെ ധാരാളം ഭക്ഷണം കഴിച്ചല്ലോ. ഐസ്ക്രീം സാർ, ഓക്കേ. ഓ, എടോ, പോലീസുകാർ മനസാക്ഷി ഇല്ലാത്തവരാണെന്ന് പറയുന്ന ചുമ്മാതാ. അയ്യോ, പോലീസുകാർക്ക് ഏറ്റവും കൂടുതലുള്ളത് മനസാക്ഷിയാണ്. കറക്റ്റ്. എങ്കിൽ നമുക്ക് പോവാം. തന്റെ ചേട്ടൻ ഇനിയും വല്ല കേസിലും പെട്ട എന്നെ വന്ന് കണ്ടാ മതി, ഞാൻ രക്ഷിക്കും. കൊലക്കുറ്റമാണേലും ഞാൻ രക്ഷിക്കും. കാരണം തന്റെ എനിക്ക് വലിയ ഇഷ്ടമാ. പിടിച്ചോ. ഉറങ്ങിയില്ല ഇതുവരെ? വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. കുളിച്ച് ഭക്ഷണം കഴിച്ച് മേലെ പോയാ പോരെ? അയ്യോ, ഞാൻ ഭക്ഷണം കഴിച്ചു. എന്തേ, സുലൊന്നും കഴിച്ചില്ല? ഞാൻ കാത്തിരിക്കുന്ന സേതുവേട്ടന് അറിയാമായിരുന്നിട്ടും ഇന്ന് അങ്ങനെ വേണ്ടി വന്നു. ശരി, ഞാൻ കൂട്ടിരിക്കാം. സുലു വന്ന് കഴിക്കാം. വേണ്ട സേതുവേട്ട, എന്റെ വയറ് നിറഞ്ഞു. നീ ഇങ്ങനെ തുടങ്ങിയല്ലോ സുലു. വന്നേ, ഞാൻ വിളമ്പി തരാം. വരാൻ വാ. ഇരിക്കേ, ഇരിക്കേ, ഞാൻ വിളമ്പി തരാം. വേണ്ട, ഇങ്ങനെയൊന്നും അല്ല ഞാൻ വിചാരിച്ചിരുന്നത്. എങ്ങനെയൊന്നുമല്ല. ഏട്ടനെല്ലാം മറന്നോ? എല്ലാന്ന് പറഞ്ഞ നീ എന്താ ഉദ്ദേശിക്കുന്നത്? കാലത്ത് ഞാൻ വിളിച്ചിട്ട് സേതുവേട്ടൻ എന്നെ മൈൻഡ് ചെയ്തില്ല. നിനക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയില്ലേ സുലു? ഉവ്വ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തത് എന്റെ കുറ്റം. ഏട്ടൻ അറിയില്ല ഇന്നത്തെ ദിവസത്തെ പറ്റി? ഇല്ല. ഈ ദിവസത്തിന്റെ ഭയങ്കര പ്രത്യേകത ഒന്ന് പറ. മറന്നാളെ ഞാൻ എന്തിനു ഓർമ്മിപ്പിക്കണം? നീ ഒരുപാട് വക്കീലന്മാരെ പോലെ സംസാരിക്കരുത് കേട്ടോ. ഇന്നെന്താ ISS ഓർമ്മ വന്നു. ഇന്ന് ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ അല്ലേ? അല്ല, ഇന്ന് ഇവിടുത്തെ തെങ്ങിന് കുഴി വെട്ടിയ ദിവസം. എന്നെ കൂടെ കുഴിയിട്ടൊക്കെ മൂട്. ഇതിലും ഭേദം അതാ. സേതുവേട്ടൻ ജനിച്ചന്ന് മുതലുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ ഉണ്ട് എന്റെ മനസ്സിനകത്ത്. പണ്ടൊക്കെ സേതുവേട്ടനും അങ്ങനെ തന്നെയായിരുന്നു. എന്റെ കാര്യങ്ങൾ എന്നെക്കാൾ ഓർമ്മിച്ചിരുന്നത് സേതുവേട്ടനായിരുന്നില്ലേ? ഇവിടെ ഇപ്പൊ എന്തുണ്ടായെന്നാ നീ പറയുന്നത്? എനിക്ക് നല്ല വിഷമമുണ്ട് സേതുവേട്ട. സാധാരണ രാത്രിയിലെങ്കിലും ഒരുമിച്ചിരുന്ന് വല്ലതും കഴിക്കുന്നതാ. ഇന്നെന്റെ പിറന്നാളാന്ന് ഓർമ്മിച്ചതുമില്ല. പുറത്തുനിന്ന് വയറ് നിറച്ച് കഴിക്കുകയും ചെയ്തു. ഇത് അവസാനത്തെ പിറന്നാളൊന്നുമല്ലോ, അടുത്തതിനെ ഓർമ്മിക്കാം. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിനക്കൊന്നും മനസ്സിലായിട്ടില്ല, മനസ്സിലാവുകയില്ല. അത് നിന്റെ കുഴപ്പമല്ല, പെണ്ണെന്ന് പറയുന്ന ജാതിയുടെ കുഴപ്പം. പുറത്ത് വെച്ച് ആകാശം ഇടിഞ്ഞ് തല വീണാലും സഹിക്കാം. പക്ഷെ വീട്ടിൽ വന്ന് കയറുമ്പോ മോന്തം വീർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയെ കണ്ടാലുണ്ടല്ലോ ഞാൻ വേണ്ട, അതും നിനക്ക് മനസ്സിലാവില്ല. എന്നാ ഞാനിനി പോട്ടെ. മുതലാളി അന്വേഷിക്കുന്നുണ്ടാവും. അതുകൊണ്ട് മാത്രമല്ല, സ്ഥിരമായിട്ട് ഞാനിങ്ങനെ പുറകെ നടന്നാൽ നാടും വീടും കുടിയൊന്നുമില്ലാത്ത എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷേ വലിയ തറവാട്ട് മഹിമ ആഢ്യത്തൊക്കെ ഉള്ള ഒരു തറവാട്ടിലെ പെൺകുട്ടിയുടെ കാര്യം അങ്ങനെയല്ലല്ലോ. കളിയാക്കാണോ? സാറൊരു വണ്ടിയുമായി പുറകെ വന്നു, എന്നെ പിടിച്ച് അതിനകത്ത് കയറ്റി. ഇനി പോകേണ്ട വഴിക്ക് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഉവ്വ്, ഈ വണ്ടി എവിടെയെങ്കിലും ഇടിച്ചു നിൽക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കൊല്ലിയിലോട്ട് മറിയും. എന്തായാലും റിവേഴ്സ് ഗിയർ ഇടുന്ന പ്രശ്നമേ ഇല്ല. അപ്പൊ ഇനി നിശ്ചയത്തിനുള്ളൊരു മുഹൂർത്തം നോക്കണം. അത് നാളെ തന്നെ ജോത്സ്യരെ കണ്ടിട്ട് വിവരം അറിയിച്ചേക്കാം. നിശ്ചയത്തിന് അന്ന് തന്നെ പറഞ്ഞുറപ്പിച്ച കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യൂല്ലോ അല്ലേ? എന്താ അത്ര സംശയം? ഞങ്ങള് കുടുംബക്കാരാ. മുരുക്കം വീട്ടുകാർ പറഞ്ഞ മാതിരി ചെയ്യുന്നവരാ. എന്നാ ഞങ്ങളിനി വൈകുന്നില്ല. 11:45 ബസ്സുണ്ട്. വരട്ടെ? ശരി. അല്ല, ഇവിടെ എന്തൊക്കെയോ പറയുന്ന കേട്ടല്ലോ.
ഈ വീട് മോക്കുള്ളതാണെന്നോ കല്യാണത്തിന് മുമ്പേ എഴുതി കൊടുത്തേക്കാമെന്നോ. അതിനെന്താ? അയ്യെന്താ മാങ്ങാ തൊലി. ഇത് താവഴി സ്വത്താണല്ലോ. അങ്ങനെ വരുമ്പോ രേണുകയ്ക്കും രാജേഷിനും ഈ വീട്ടിന് അവകാശമുണ്ട്. രാജേഷ് മൈനറാണ്, ഒപ്പ് വേണ്ട. രേണുകയുടെ ഒപ്പ് വാങ്ങിച്ചു ആവോ? മനസ്സിലായില്ലേ? രേണുക എന്ന് പറഞ്ഞ എന്റെ ഭാര്യ, അമ്മാവന്റെ മോള്. ദോ മഞ്ഞ സാരി. അത് ഇടദ്ദേഹം നമ്മളെല്ലാരും കൂടെ ആശയുടെ പേരിലും കൂടെ എഴുതി വച്ചാ മതിയല്ലോ. അതത്ര എളുപ്പത്തിൽ നടപ്പുള്ള കാര്യമാണോ? സുഗത, ഓ, രേണുകയുടെ കല്യാണത്തിന് ഇച്ചിരി സ്വർണവും പണവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, അറിയാലോ. ഓ, ധ്വനി മനസ്സിലായി. എടാ ചെറ്റേ, സ്ത്രീധനമായിട്ട് നനയ്ക്കാൻ അന്നേ സ്വർണവും പണവും ഒക്കെ തന്നതല്ലേ, പിന്നെ ഇപ്പൊ എന്തിനാടാ കടം ചെലക്കുന്നത് എന്നല്ലേ അമ്മ ഉദ്ദേശിച്ച്? പൊട്ടന്റെ മുമ്പിൽ ശങ്കൂതണമാരി ഞാൻ ഈ കാര്യം പറയാൻ തുടങ്ങിയത് വർഷം കുറയായി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷം 12 അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ഭാര്യയ്ക്ക് മോനും കൂടി അവകാശപ്പെട്ടതാണ് ഈ വീട്. ഈ ചാവടി അതിന് ചുറ്റും അവരുടെ പേരിൽ എഴുതി വെച്ചാലേ കല്യാണം നടക്കൂ. അല്ലാതെ നടത്താൻ ഞങ്ങൾക്കറിയാം. നിനക്ക് കാണണോടാ? ഒന്നുകൂടെ മാറിയേക്ക്. എല്ലാവർക്കും ഉള്ളത് അന്നേ ചേട്ടൻ ഭാഗം ചെയ്ത് വച്ചിട്ടുണ്ട്. വടക്കേ പറമ്പ് നിനക്കാ. പറമ്പെന്തിന്? എനിക്കും ഫാമിലിക്കും ദൂറാണ്. ഞങ്ങൾക്ക് ചാവടി തന്നെ വേണം. സ്വന്തം നാട്ടിന് സ്ഥലം മാറ്റം വാങ്ങി പെട്ടിയും പ്രമാണമായിട്ട് നാണമില്ലാതെ ഭാര്യ വീട്ടിൽ വന്ന് പുറക്കാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞതാ ഇത് കോടാലിയാവുന്നു. പള്ള നിറച്ച് കള്ളും കുടിച്ച് തെമ്മാടിത്തരം കാണിച്ച് അനിയന്റെ ആസ്തനം താങ്ങി നടക്കുന്ന നിന്നേക്കാൾ അന്തസ്സുണ്ടാ എനിക്ക്. ആ വഴി പ്രകാരമുള്ള കിട്ടിയേ തീരൂ. താവഴി പ്രകാരമാണോ തന്തവഴി പ്രകാരമാണോ ഞങ്ങൾ തീരുമാനിച്ചോളാം. നിനക്ക് സ്വന്തമായി തീരുമാനിക്കാനല്ല നാട്ടിൽ കോടതിയും പോലീസും ഒക്കെ ഉള്ളത്. എന്നാ നീ കോടതി പോയി മേടിക്കുന്ന തെണ്ടി. ഞാൻ സുഗതനാണെങ്കിൽ വാങ്ങിക്കോടാ അച്ചറ്റെ. പിന്നെ ഞങ്ങളുടെ വീതം തരാതെ കല്യാണം നടത്താൻ തീരുമാനിച്ചാൽ എങ്കി ആ ചോര നിന്റേതായിരിക്കടാ. എന്താ മോളെ? എനിക്ക് ഈ കല്യാണം വേണ്ട ചേട്ടാ. ഞാൻ നിങ്ങൾക്കൊക്കെ ഇത്ര വലിയ ഭാരമാണെന്ന് അറിഞ്ഞില്ല. എന്നെ ചൊല്ലിയല്ലേ ഈ ബഹളങ്ങളൊക്കെ ഉണ്ടായത്. അല്ല, കുറെ കഴിഞ്ഞുണ്ടാകേണ്ടിയിരുന്നത് ഇത്തിരി നേരത്തെ ആയി എന്ന് മാത്രം. നീ കരയണ്ട. മോളുടെ ചേട്ടനല്ലേ പറയുന്നത്? എല്ലാം മംഗളമായിട്ട് നടക്കും കേട്ടോ. കരയണ്ട. 1 മുതലാളി, 2 ദുർഭൂതങ്ങൾ വന്ന് കയറിയിരിക്കുന്നു. DMO ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിലെ എഞ്ചിനീയർ. അയ്യോ ദൈവമേ, ഇന്നറിയാം നമ്മുടെ ഫാക്ടറിയുടെ ഭാവി. DMO എന്തിനു വന്നതാണ് മുതലാളി? DMO പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചീഫ്. പരിസ്ഥിതി മലിനീകരണം എവിടെ? അവിടെ ഉണ്ട്. വരണം സാർ, അകത്തോട്ട് കയറി ഇരിക്കാം. ഇരുന്നിട്ട് കാര്യമുണ്ടോന്ന് തോന്നുന്നില്ല. ഈ കെട്ടിടം വെച്ചോണ്ട് ഫാക്ടറി തുടങ്ങിക്കളയാമെന്നാണോ തന്റെ വിചാരം? എന്ത് പറ്റി സാർ? ഫാക്ടറി കെട്ടിടം തന്റെ തോന്നിയാസത്തിന് വെച്ചാ മതിയോ? ഈ വാതിൽ നോക്കണം. അകത്തോട്ടല്ല, പുറത്തോട്ട് വേണോ തുറക്കാൻ? അതുകൊണ്ട് എന്താ സാർ പ്രത്യേകത? ന്യായം ചോദിക്കണ്ട, നിയമം നിയമമാണ്. അപ്പൊ വേസ്റ്റ് കളയാനുള്ള സംവിധാനം എങ്ങനെയാണ്? അത് അപ്പപ്പ ഞങ്ങൾ എടുത്തോണ്ട് കളയും സാർ. എന്ന് വെച്ചാൽ പൈപ്പ് ലൈൻ ഇല്ലെന്നോ? സാർ, ഇവിടെ ഞങ്ങൾ റോഡ് കയറി മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കും. തൊട്ടടുത്തല്ലേ പുഴ? പുഴയിലേക്ക് ഒഴുക്കുക, എന്നിട്ട് വേണം ജനങ്ങളുടെ കുടിവെള്ളം വൃത്തിയാവാൻ. സാർ, ഒരു ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ എന്ത് വൃത്തികെട്ട വേസ്റ്റ് വരണ്ട സാർ. അത് താനാണോ തീരുമാനിക്കാൻ? സാർ, പാൽപ്പൊടി, മാവ്, പഞ്ചസാര, സുഗന്ധദ്രവ്യങ്ങളായ ഏലക്ക, ഗ്രാമ്പു തുടങ്ങിയതാണ് ഇവിടുത്തെ വേസ്റ്റ്. അതുകൊണ്ട് കാര്യമില്ല. പഞ്ചാമൃതമായാലും കെട്ടിക്കിടന്ന മാലിന്യമാണ്. അതിൽ നിന്ന് ബാക്ടീരിയ ക്രിയേറ്റ് ചെയ്യപ്പെടും. അത് ചുറ്റുപാടും പടരും. ജനങ്ങൾ പകർച്ചവ്യാധി വന്ന് ചാവും. സാർ, പഞ്ചാര ഏലക്ക എന്ത് ബാക്ടീരിയ ഉണ്ടാക്കാനാണ്? സ്റ്റോപ്പ് യുവർ നോൺസെൻസ്. 2 അടി വ്യാസമുള്ള പൈപ്പിട്ട് മാലിന്യങ്ങൾ അതിലൂടെ കടലിലേക്ക് ഒഴുകണം. സാർ, കടൽ 6 കിലോമീറ്റർ ദൂരെയാണ് സാർ. അവിടെ വരെ പൈപ്പിട്ടാ മതി. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടോ? ഒന്നും ഇങ്ങോട്ട് ചോദിക്കണ്ട, പറയുന്ന അനുസരിച്ച് ഞാൻ ചോദിക്കും. ഒരു സർക്കാർ ബസ് മുമ്പിൽ കൂടെ പോയാ പുക കൊണ്ട് ആർക്കും കുറെ സമയത്തേക്ക് കണ്ണു കാണാൻ പറ്റില്ല. കോർപ്പറേഷനിലെ ഓടകൾ മന്ത് വരത്തുന്ന കൊതുകളുടെ സുഖവാസ കേന്ദ്രമാണ്. സർക്കാർ ആശുപത്രിയുടെ മുമ്പിൽ കൂടെ മനുഷ്യന് നാറിയിട്ട് വഴി നടക്കാൻ പാടില്ല. അവിടെയൊക്കെ ജനങ്ങളുടെ ആരോഗ്യത്തെ പറ്റി സാറിന് ഇത്ര താല്പര്യമില്ലാത്ത അപ്പൊ ജനങ്ങൾക്ക് പകർച്ചവ്യാധി വരുന്നതോ അവർ ചാവുന്നതല്ല കാര്യം. എന്നെ പോലുള്ള പാവപ്പെട്ടവന്മാർ ഇതുപോലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പാടില്ല, നന്നാവാൻ പാടില്ല. അതല്ലേ കാര്യം? താൻ ഞങ്ങളെ ഡ്യൂട്ടി പഠിപ്പിക്കാണോ? സ്പെസിഫിക്കേഷൻ തെറ്റിച്ച് ഒരു കാര്യവും ചെയ്യാമെന്ന് താൻ മോഹിക്കണ്ട. എവിടോ പൂച്ചപ്പര, എവിടോ തീ അണയ്ക്കാനുള്ള സംവിധാനം? ഇവിടെ റൂഫ് മാത്രമേ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ. എങ്കിൽ റൂഫ് മാത്രം ഇങ്ങനെ വായു നിർത്തിയിട്ട് ബാക്കി കെട്ടിടം ഇടിച്ചു പൊളിച്ചു കളാം സാർ. ഷട്ടപ്പ് ഡോക്ടർ, നമുക്ക് പോവാം. ഇവൻ ഫാക്ടറി തുടങ്ങി. പൊന്നു സാറേ, ഇത് ഇത്ര എത്തിക്കാൻ പറ്റ പാടെ എനിക്കേ അറിയാവൂ. നാട് മുഴുവൻ കടവാ. സ്കൂൾ മാഷ എന്റെ അച്ഛന്റെ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത കാശ് കൊണ്ട് അറിയാതെ തുടങ്ങിപ്പോയതാ. ഒടുവിൽ താമസിക്കുന്ന വീട് വരെ ബാങ്കിൽ കൊളാട്രൽ സെക്യൂരിറ്റി കൊടുക്കേണ്ടി വന്നു. ഒന്നേ പ്രൊഡക്ഷൻ തുടങ്ങിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. മടുത്തു സാർ. നിങ്ങളെപ്പോലുള്ളവരുടെ വീടിന്റെ ഓഫീസിന്റെയും വാതിക്കെ കിടന്ന് എന്റെ ജന്മം ഏതാണ്ട് പാഴായി. തന്റെ കഥ കേട്ട് കരഞ്ഞ് കവിത എഴുതാൻ വന്നല്ലേ ഞങ്ങള്. ഇയാളോട് ഫാക്ടറി തുടങ്ങാൻ ഞങ്ങൾ നിർബന്ധിച്ചോ? ഇല്ല സാർ, എനിക്ക് തന്നെ പറ്റിയൊരു അബദ്ധമാണ് സാർ. നിയമത്തിന്റെ ഒരു അയവും പ്രതീക്ഷിക്കണ്ട.
ഞാൻ എന്ത് ചെയ്യണം സാർ? എടോ, താൻ ഓഫീസിൽ വന്നപ്പോ 1 ലക്ഷം രൂപയുടെ ഭദ്രതാ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് താൻ എടുത്തോ? അതിന് പണം വേണ്ട സാർ. പണമില്ലാത്തവൻ കക്കാൻ പോണോടോ. ഭദ്രത എടുക്കാതെ തന്റെ കേസ് പരിഗണിക്കുന്ന പ്രശ്നമേ ഇല്ല. വാ പോവാം. സാർ, DMO സാർ, 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 ഞാൻ സാർ, ഭദ്രത എടുത്തില്ലെങ്കിൽ ഫാക്ടറിയുടെ കാര്യം ഭദ്രമല്ല. ഇനി പണയം വെക്കാൻ വല്ലതുണ്ടോ മുതലാളി? ഇനി പണയം വെക്കാൻ എന്റെ അണ്ടർവെയർ മാത്രമേ ഉള്ളൂ. അവൻ എവിടെടാ ആ സേതു? വിഷം വാങ്ങിക്കാൻ പോയി. വിഷം വാങ്ങിക്കാൻ? കുടിച്ച് ആത്മഹത്യ ചെയ്യാൻ. അപ്പൊ എന്റെ പണം? ജീവിച്ചിരുന്നാലല്ലേ കടം വീട്ടേണ്ട കാര്യമുള്ളൂ. നാളെ ശ്യാമയുടെ കല്യാണം. നാളെ ശ്യാമയുടെ കല്യാണം. നാളെ ഇനി എന്റെ പേര് പറഞ്ഞാലും ഏത് സുലോചന സേതോട്ടും ചോദിക്കും തോന്നുന്നു. ശ്യാമ എന്തായാലും എന്റെ ഭാര്യയല്ലല്ലോ. എന്റെ ഫ്രണ്ടിനെ മറക്കുന്ന ആൾ അധികം വൈകാതെ എന്നെ മറക്കും. ഓ, സുലുവിന്റെ ഫ്രണ്ട് നമ്മുടെ ശ്യാമ. അത് ശരി, ഇപ്പൊ ഓർമ്മ വന്നു. നാളെയാണ് കല്യാണം അല്ലേ? തീർച്ചയായും നമ്മൾ കല്യാണത്തിന് പോകും. ശ്യാമയുടെ വീട്ടിൽ വെച്ചാണ് കല്യാണം? അത്ര ദൂരത്തൊന്നും പോണ്ട. ഇവിടെ ടൗണിലാ ചെറുക്കന്റെ വീട്. ഇവിടെ അടുത്തുള്ള ഏതോ കല്യാണം ഉണ്ടോത്തി വെച്ചാ കല്യാണം. നാളെ സേതുവേട്ടന് ഒഴിവുണ്ടാവുമോ? അതെന്താ സുലു അങ്ങനെ ചോദിച്ചേ? സുലുവിന് ആകെ ഉള്ളൊരു ഫ്രണ്ട് അല്ലേ, നമ്മൾ പോകാതിരിക്കാൻ പാടുണ്ടോ? ഏതാ കല്യാണം ഉണ്ടോ? പീതാംബരക്കുറിപ്പിന്റെ മകൻ ശരവണൻ. എന്തേ? അല്ല, ഈ ശ്യാമയുടെ പയ്യൻ എടുത്താണല്ലേ? അറിയോ? പോവാം, പോണല്ലേ? പോവാം, പോവാം. നീ ഒരു കാര്യം ചെയ്യ് പ്രേമ, നീ എങ്ങനെയെങ്കിലും സുലുവിനെ വാനി കയറ്റി ആ കല്യാണ മണ്ഡലത്തിൽ കൊണ്ട് ഇറക്ക്. എന്തിനാണ് മുതലാളി സ്വന്തം ഭാര്യയുടെ മുമ്പിൽ ഈ ഒളിച്ചുകളി? പീതാംബര കുറുപ്പിന് കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് കല്യാണത്തിന് വരാൻ പറ്റില്ല എന്നങ്ങ് തുറന്ന് പറഞ്ഞാ പോരെ? എടാ, ഞാൻ കടക്കാരനാണ്, കാൽ കാശിന് ഗതിയില്ലാത്തവനാണെന്നൊക്കെ അറിഞ്ഞ അവളുടെ മനസ്സ് വേദനിക്കും. എന്നെ വിശ്വസിച്ച് ഇറങ്ങി പോകുന്നവളല്ലേ, സന്തോഷവും കൊടുക്കാൻ പറ്റുന്നില്ല. വെറുതെ സങ്കടപ്പെടുത്തുന്ന എന്തിനാ? ഒന്നാമത് അവൾക്ക് ആകെ ഉള്ള ഒരു കൂട്ടുകാരിയുടെ കല്യാണമാണ്. ഇതിനെങ്ങാനും കൂടാൻ പറ്റിയില്ലെങ്കിൽ അവൾക്ക് എന്നോടുള്ള പക ഈ ജന്മം മുഴുവൻ ഉണ്ടായിരിക്കും. അതുകൊണ്ടാ പ്രേമ. ഈ കേസ് ഞാൻ ഏറ്റു. പക്ഷെ മുതലാളി ഒന്ന് മനസ്സിലാക്കണം, ഇനിയെങ്കിലും ഞാൻ നന്ദിയുള്ളവനാ. മണ്ണ് വാരി കളിക്കാതെ പിള്ളേരെ ചോറി പിടിക്കും. എഴുതിച്ചു പോ. അയ്യോ, കുഞ്ഞിതുവരെ പോയില്ലയോ? ആള് വലിയ മറവിക്കാരനാ. ഇല്ല, എന്തായാലും വരാതിരിക്കില്ല. KFC KSCB ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ്. മുതലാളി അവരുമായി വലിയൊരു ചർച്ചയില്ല. നമ്മൾ ചെല്ലുമ്പോഴേക്ക് മൂപ്പര് വഴി കാത്തുക്കും. വന്നാട്ടെ. മുഹൂർത്തം തെറ്റും. സ്ഥലം എത്തി. സേതുട്ടൻ അത് കാത്തു നിൽക്കാമെന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ നോക്കിയതാ. ഏതായാലും വന്ന കാര്യം നടക്കട്ടെ, മുതലാളി എത്തിക്കോളും. അങ്ങനെ ഇപ്പൊ എത്തണ്ട, വണ്ടി തിരിച്ചു വിട്ടെ. അപ്പോ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ കല്യാണം വണ്ടി വിടാനാ പറഞ്ഞത്. അല്ലിത് ആരാ?
സുലോചനെ എന്താ ഇവിടെ ഇരിക്കണേ? വാ വാ വാ. എന്നെ മനസ്സിലായില്ലേ? ശ്യാമയുടെ കുഞ്ഞമ്മയുടെ ഭർത്താവിന്റെ സിസ്റ്റർ ശ്രീലത. ഓ ഓർമ്മയുണ്ട്. വിവരങ്ങളൊക്കെ ശ്യാമ പറഞ്ഞിരുന്നു. ഒളിച്ചോടിയതും രക്ഷ ചെയ്തതും എല്ലാം. വാ 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 വാ. വരണം വരണം വരണം. ഇങ്ങോട്ട് ചെന്നേട്ടെ. ഹസ്ബൻഡിന്റെ പേരെന്താ? സേതുമാധവൻ. ആഹാ, ഇതിലെ ഇതിലെ. ചേച്ചി സുലോചനെ അറിയല്ലേ? മേലെ മഠത്തിലെ ശ്യാമയുടെ ഫ്രണ്ട്. ആഹാ, ഒളിച്ചോടിയ. ഇത് സുലോചനയുടെ ഭർത്താവ്, തട്ടിക്കൊണ്ടുപോയ വീരൻ. ഞാൻ ശ്യാമ അകത്തുണ്ട്. എല്ലാരും അകത്തോട്ട് കയറി ഇരിക്കുന്നേ. വേണ്ട, നിന്റെ ഒളിച്ചോട്ടക്കാരി ഫ്രണ്ട് ഭർത്താവും. ഇങ്ങനെ വല്ലതും പോരായിരുന്നു നിനക്ക്? ഈ പാട് വല്ലതും ഉണ്ടായിരുന്നോ? എവിടെ ആളെവിടെ? സുഖമില്ലാതെ കിടപ്പിലായിപ്പോയി. അതെ, ഭയങ്കര വയറിളക്കം. ആര് പറഞ്ഞു? വെറും വേദനയുള്ളൂ. ഇതാരാ? ഇത് ഞാൻ ഭർത്താവ് അല്ല, ഭർത്താവിന്റെ ഫ്രണ്ട്. പുറത്തു വന്നോളൂ, ഞാൻ വന്നേക്കാം. അത് കറക്റ്റ്. നീ എന്നോട് ക്ഷമിക്കണം ശ്യാമേ, എനിക്ക് ഉടനെ പോണം. സേതുവേട്ടന് ഭക്ഷണവും മരുന്നൊന്നും എടുത്തു കൊടുക്കാൻ ആരുമില്ല അവിടെ. നീ എന്തായി പറയുന്നത്? എന്റെ കല്യാണത്തിന് സോറി വന്നിട്ട് ശ്യാമേ, പ്ലീസ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. ഈ ഒരു അവസ്ഥ ഞാനെന്ത് പറയാനാ? നിന്റെ ഇഷ്ടം. പോട്ടെ. എടാ, നിന്നെയൊക്കെ ജോലിക്ക് വെച്ച് എന്നെ വേണം തല്ലാൻ. എടാ, ഇമ്പീരിയൽ ഹോട്ടലിന് മുമ്പിൽ 2 മണിക്കൂറോളം ഞാൻ കാത്തുനിന്ന് കാലിനടി വേര് കളിച്ചു. കല്യാണത്തിന് ഒറ്റയ്ക്ക് വേണ്ടി വന്നല്ലേ സുലു? ഈ വിട്ടി കുഷ്മാണ്ട കാരണം അത്. ഇമ്പീരിയൽ ഹോട്ടലിന്റെ മുമ്പിലല്ല, മലബാർ പാലസിന്റെ മുമ്പിലല്ല എന്നോട് നിൽക്കാമെന്ന് പറഞ്ഞു. ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ റാസ്കൽ. കേൾക്കുന്ന ദ്രോഹി. സദ്യയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു സുലു? പ്രശ്നമൊന്നുമില്ലല്ലോ, എല്ലാം ഭംഗിയായി. പക്ഷെ ഞാൻ കല്യാണം എങ്ങനെയായിരുന്നു കുഞ്ഞെ? ആളൊക്കെ ഉണ്ടായിരുന്നോ? ആശയവിനിമയത്തിൽ വന്നുപെട്ട ഒരു തകരാറാണ്. എന്നെ സേതുവേട്ടന്റെ ഭാര്യയായി മറ്റുള്ളവർ മുമ്പിൽ കാണിക്കാൻ കുറച്ചിലായിട്ട് തോന്നുന്നുണ്ടാവൂല്ലേ? എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അതുകൊണ്ട് നീ ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞോ, ഞാൻ കേൾക്കാം. കാര്യത്തിന്റെ ഗൗരവം എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണോ സുലു? വിവാഹത്തിന് ശേഷം ഒരു ചടങ്ങിന് ഭർത്താവില്ലാതെ പോകേണ്ടി വരുന്നത് ഏത് പെണ്ണിനും വിഷമുണ്ടാക്കുന്ന കാര്യമാണ്. ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ, എല്ലാരും പരിചയപ്പെടും ചെയ്തു. തൽക്കാലത്തേക്ക് നിങ്ങൾ എനിക്ക് അറേഞ്ച് ചെയ്തെന്ന ഭർത്താവ് നിങ്ങളുടെ പണിക്കാരൻ. സുലു, എന്റെ ഭർത്താവെന്നും പറഞ്ഞ് ഓരോരുത്തർ ആ കരിമന്തിയോട് കിന്നോരം ചോദിക്കുന്ന കേട്ടപ്പോ എന്റെ തൊലി പൊളിഞ്ഞു പോയി. മതിയായി. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ സേതുവേട്ടനോട് ഞാൻ ഒരിക്കലും കെഞ്ചൂല്ലായിരുന്നു. നമുക്ക് അവരുടെ വീട്ടിൽ പോവാം. അല്ലെങ്കിൽ വേണ്ട, ഇങ്ങോട്ട് വിളിച്ചൊരു പാർട്ടി കൊടുക്കാം. ഒന്നും വേണ്ട, ഞാനല്ലേ നാണം കെട്ടത്. ഒക്കെ എന്റെ വിധിയാണെന്ന് കരുതിക്കോളാം. സുലു, ഞാൻ പറയും. എന്താ കുഞ്ഞെ നിങ്ങൾ തമ്മിൽ പ്രശ്നം? ഒന്നുമില്ല.